സംസ്ഥാന ബജറ്റിൽ മാവേലിക്കര മണ്ഡലത്തിന് വലിയ പരിഗണന നൽകിയതായി MS അരുൺകുമാർ MLA അറിയിച്ചു. രാജാ രവിവർമ്മ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സ് പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ 2 കോടി രൂപ ഉൾപ്പെടെ മികച്ച നിരവധി വകയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ മാവേലിക്കര നിയോജക മണ്ഡലത്തിന് മികച്ച നേട്ടങ്ങൾ ഉണ്ടായതായി MS അരുൺകുമാർ MLA അറിയിച്ചു. രാജാ രവിവർമ്മ സെന്റർ ഫോർ എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സിന് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മാവേലിക്കര ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന് 2 കോടി രൂപ, മാവേലിക്കര അയ്യച്ചാണ്ടി കോളേജിലെ കെട്ടിടത്തിന് 2 കോടി രൂപ, ഗവൺമെന്റ് വെൽഫെയർ LPS ചുനക്കരയ്ക്ക് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപ, ഗവൺമെന്റ് LPS മുള്ളിക്കുളങ്ങരയ്ക്ക് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപ, ഗവൺമെന്റ് UPS വരേണിക്കലിന് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപ, ഗവൺമെന്റ് മുഹമ്മദൻസ് LPS വെട്ടിയാറിന് കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ, ഗവൺമെന്റ് വെൽഫെയർ LPS താമരക്കുളത്തിന് 1 കോടി രൂപ, ഗവൺമെന്റ് LPS മാലിമേലിന് 1 കോടി രൂപ, ഗവൺമെന്റ് LPS വെട്ടിയാറിന് 1 കോടി രൂപ, ഗവൺമെന്റ് ചുനക്കര UPSന് 1 കോടി രൂപ, കല്ലിമേൽ ഗവൺമെന്റ് ന്യൂ LPSന് 1 കോടി രൂപ, ഗവൺമെന്റ് UPS ഇടക്കുന്നതിന് 1 കോടി രൂപ, വള്ളികുന്നം കാഞ്ഞിരത്തുമൂട് പുത്തൻചന്ത റോഡിന് 1 കോടി രൂപ, പാലമേൽ കരിങ്ങാലിപ്പുഞ്ച ടൂറിസം പദ്ധതിക്ക് 1 കോടി രൂപ, ചുനക്കര ജിംനേഷ്യത്തിന് 50 ലക്ഷം രൂപ, മാവേലിക്കര മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് 7 കോടി രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചിരിക്കുന്നത്. ഉമ്പർനാട് ITയുടെ നവീകരണത്തിനും തട്ടാരമ്പലം തൃക്കുന്നപ്പുഴ റോഡ്, കായംകുളം അടൂർ KP റോഡ്, കായംകുളം മാവേലിക്കര തിരുവല്ല റോഡ് എന്നിവയുടെ നവീകരണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്നും MLA അറിയിച്ചു.